ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൈയെത്തും ദൂരത്തുള്ള ചില താരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പോയിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ചില താരങ്ങൾ, അവരുടെ പ്രകടനങ്ങൾ ഈ സീസണിൽ എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറച്ചധികം താരങ്ങളൊക്കെ ലോണിലുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യത കൂടി കൽപ്പിച്ചിട്ടാണ് ആ ഒരു പ്രത്യേകം ഒന്ന് നമുക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നത്. ആദ്യത്തെ താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അജ്സൽ എന്ന് പറയുന്ന താരമാണ്, മുഹമ്മദ് അജ്സൽ. അദ്ദേഹം ഇന്റർ കാഷിലേക്കാണ് ലോണിൽ പോയി. 21 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള താരമാണ്. ഈ ഒരു താരം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് റിസർവ് സൈഡിലൊക്കെ കളിച്ചിട്ടുണ്ട്. മുമ്പ് റിസർവ് സൈഡ് നമുക്കറിയാം ഡുറൻ കപ്പ് ടൂർണമെൻറ്റിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും ഗോൾ അടിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഡെവലപ്മെൻ്റൽ ലീഗിൽ കളിച്ച് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ UK പോയി നെക്സ്റ്റ് കപ്പിലൊക്കെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. അപ്പോൾ ഇന്റർ കാഷിൽ ഈ സീസണിൽ അദ്ദേഹം 12 മത്സരങ്ങളാണ് കളിച്ചത്. 3 ഗോളുകൾ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. ഈ 12 മത്സരങ്ങൾ എന്ന് പറയുമ്പം 333 മിനിറ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഓരോ 111 മിനിറ്റിലും അദ്ദേഹം ഓരോ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു യങ് ആയിട്ടുള്ളൊരു താരമാണ് അദ്ദേഹം. പറഞ്ഞാൽ 21 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കുറച്ച് ഗെയിം ടൈം കിട്ടിയിട്ടുള്ളൂ. 3 ഗോളുകൾ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചു. പിന്നെ അദ്ദേഹം സൂപ്പർ കപ്പിൽ ക്വാളിഫയറിൽ രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിലും കളിച്ചിരുന്നു. അന്ന് 14 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. ആ ഒരു മത്സരത്തിലും അദ്ദേഹത്തിന് ഗോൾ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം സെൻട്രൽ ഫോർവേഡ്സിൻ്റെ ഒരു കാര്യത്തിലൊരു ഒരു ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് മുഹമ്മദ് അജ്സലിനെ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരാവുന്നത് തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്തൊരു താരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് സഹീഫ് എന്ന് പറയുന്ന താരമാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ സന്തോഷ് ട്രോഫിയിൽ കളിച്ച ആ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലേക്കാണ് വരുന്നത്. പിന്നീട് റിസർവ് സൈഡിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അദ്ദേഹം സീനിയർ ലെവലിൽ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. സൂപ്പർ കപ്പിൽ ബംഗളൂരു എഫ്സിക്കെതിരെ നടന്നിട്ടുള്ള, കോഴിക്കോട് വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നീട് അദ്ദേഹം ലോണിൽ ഗോകുലം കേരളയിലേക്ക് പോവുകയാണ്. ഗോകുലത്തിൽ അദ്ദേഹത്തിന് ഈ സീസണിൽ ഒരു ഫസ്റ്റ് ചോയ്സ് LB എന്ന നിലയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഏതാണ്ട് 21 മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹം ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ വൈസ് നോക്കുമ്പോൾ ഒരു അസിസ്റ്റാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ചില മത്സരങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗോകുലം ഈ സീസൺ 3ാമത് ഫിനിഷ് ചെയ്ത ടീമാണ്. അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് LB എന്ന നിലയിൽ അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഈ പറയുന്ന പ്ലെയറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്ലെയറാണ്. നമ്മുടെ ഒരു ലെഫ്റ്റ് ബാക്ക് ഓപ്ഷൻ നോക്കുമ്പോഴത്തേക്കും ഇത്തവണ നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഐബാൻ ദോഹ്ലിങ്ങിന് ഇഞ്ചേർഡായി. അതുപോലെ നവച്ച സിംഗിന് ഒരു സസ്പെൻഷനൊക്കെ നേരിട്ടിട്ട് പുറത്തായ സമയത്ത് നമുക്കറിയാം അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തേണ്ടി വന്നു. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സന്ദീപ് ഉണ്ട്, പ്രബീർ പോകുമായിരിക്കും. അപ്പം മറ്റൊരു പ്ലെയർ വരും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിലും ഹോമിപ്പാമൊക്കെ അവൈലബിൾ ആണ്. മറ്റു പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് അവിടെ കളിപ്പിക്കാം. ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്താണ് പ്രശ്നങ്ങളുള്ളത്. അപ്പം അവിടെ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് സഹീഫിനെ നിലവിലെ സാഹചര്യത്തിൽ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്യാവശ്യം സെൻട്രൽ ബാക്ക് കൂടി കളിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. ചില മത്സരങ്ങൾ CB കളിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രീ സീസണിൽ ഏതോ മത്സരത്തിലോ മറ്റോ CB കളിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കൊന്ന് ഞാൻ നേരിട്ട് കാണാൻ പോയത് മത്സരത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും മറ്റൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബികാഷ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹം മുഹമ്മദനിലേക്കാണ് ലോണിൽ പോയത്. മുഹമ്മദൻ ഇത്തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ക്ലബ്ബാണ്. അവരുടെ ഫസ്റ്റ് ചോയ്സ് ഒരു വിങ്ങർ എന്ന നിലയിൽ, കൂടുതലും അദ്ദേഹം ലെഫ്റ്റ് വിങ്ങിലൊക്കെയാണ് കളിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 ഗോളും 3 അസിസ്റ്റുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ എനിക്കൊന്ന് അതിനേക്കാൾ കൂടുതൽ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് വൈസ് ഒന്നും ഇതായെങ്കിലും പെർഫോമൻസ് വൈസ് വളരെ മുഹമ്മദൻ ഫാൻസിനൊക്കെ ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്ലെയർ എന്ന നിലയിൽ ഞാൻ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ചില മത്സരങ്ങളിലെ വീഡിയോസും കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ താരത്തെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞ പോലെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു വിങ്ങിലൊരു നല്ലൊരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് വെക്കാവുന്നതാണ് എന്നുള്ളത്. അതുപോലെ ബിജോയ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയർ, അദ്ദേഹം നമുക്കറിയാം ഇവാൻ്റെ ഫസ്റ്റ് സീസണിലെ ആദ്യ മത്സരത്തിൽ CB ആയിട്ട് കളിച്ച പ്ലെയറാണ്. പിന്നീട് അദ്ദേഹം 2 സീസണിൽ KBSക്കൊപ്പം ഉണ്ടായിരുന്നു. ചില മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് എന്ന നിലയിൽ നമുക്ക് പറയാവുന്ന പെർഫോമൻസും KBSക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് പ്ലെയറാണ്. ഈ സീസണിലാണ് അദ്ദേഹം ഇന്റർ കാഷിയിലേക്ക് ഒരു ലോണിൽ പോയത്. ഇന്റർ കാഷിയിലും ആദ്യം അദ്ദേഹം സ്റ്റാർട്ടർ എന്ന നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് ആദ്യത്തെ 10 മത്സരത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനുശേഷം ഡിസംബർ 15-ന് അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി സംഭവിക്കുന്നത്, ഡിസംബർ ഏതാണ്ട് മിഡോടെ കൂടിയ സമയത്ത്. പിന്നീട് അദ്ദേഹം റൂൾഡ് ഔട്ട് ആയി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുവരെ പറഞ്ഞ പോലെ മികച്ച പെർഫോമൻസ് തന്നെ അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ KBSയിൽ അത് കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ 24 വയസ്സുള്ള ഒരു പ്ലെയറാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CBയിലൊരു ഓപ്ഷൻസ് ഒക്കെ ഉള്ളത് പോലെയാണ്. അപ്പോൾ ഇതൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് നമുക്കൊരു ഓപ്ഷൻ എന്ന നിലയിൽ നമുക്ക് വെക്കാവുന്നത് തന്നെയാണ്. അതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സീസൺ കൂടി അദ്ദേഹത്തെ ലോണിൽ വിട്ട് കുറച്ചും കൂടി കാരണം ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരുവാണല്ലോ. അപ്പോൾ ഒരു ഗെയിം ടൈം കിട്ടുന്ന ഒരു I-League ക്ലബ്ബിലേക്ക് തന്നെ ഒന്ന് വിട്ടിട്ട് തിരിച്ചു കൊണ്ടുവരാനാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ I-League എനിക്കൊന്ന് ഈ സീസണിലാണ് അദ്ദേഹം ആദ്യമായിട്ട് കളിക്കുന്നത്. ഇതിന് മുമ്പൊക്കെ
ഒരു KPL നിന്നോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ലീഗിൽ നിന്നൊക്കെ ഡയറക്റ്റ് KBFCയിലോട്ട് വന്ന് ISL കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ ഒരു സീസൺ കൂടി വേണമെങ്കിൽ ഐ ലീഗിലൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ചില പ്ലേയേഴ്സൊക്കെ ലോണിൽ പോയിട്ടുണ്ട്. ഇപ്പം ഈ സീസണിൽ മിഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രൈസും വിദ്യയും പഞ്ചാബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗിബ്സനും നിഷു കുമാറും ഒക്കെ ലോൺ മൂവായിട്ടെന്ന നിലയിലാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇവരൊന്നും ഇനിയിപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ KBFC എനിക്കൊന്ന് കോൺട്രാക്റ്റും കഴിയുമെന്ന് തോന്നുന്നു ഒരു സമയമാകുമ്പോഴത്തേക്ക്. അടുത്തതൊരു പ്ലെയർ ഐസ്വാളിലെ ലാൽത്തമാവിയ എന്ന് പറയുന്ന പ്ലെയർ ഉണ്ട്. ഇദ്ദേഹം ഒരു ലോൺ പ്ലെയർ അല്ല, കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഒരു പ്രീ കോൺട്രാക്റ്റോ മറ്റോ സൈൻ ചെയ്തിട്ടുള്ള ഐസ്വാളിൻ്റെ ഒരു പ്ലെയറാണ്. അദ്ദേഹം ഈ സീസണിൽ 2 ഗോളും 3 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഐസ്വാളിൻ്റെ ഒരു സ്റ്റാർട്ടർ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ലെഫ്റ്റ് വിങ്ങിലാണ് കൂടുതലും കളിക്കുന്നതെങ്കിലും 2 വിങ്ങിലും അദ്ദേഹം കളിച്ചിട്ടുള്ളതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വിങ്ങേഴ്സിൻ്റെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അവിടെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു ക്വാളിറ്റിയുള്ള ഒരു പ്ലെയറാണ്. 23 ഒക്കെ ഏജുള്ള ഒരു പ്ലെയറാണ്. അപ്പം ഇദ്ദേഹവും തിരിച്ചെത്തും എന്നുള്ളതൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ അതുകൂടാണ്ട് നമുക്ക് ഇനിയും വിങ്ങേഴ്സിനെയൊക്കെ ആവശ്യമാണ് ചില പൊസിഷൻസിൽ. ഇപ്പം ഐ ലീഗ് പെർഫോം ചെയ്തത് പോലും നമുക്ക് ചൂസ് ചെയ്യാവുന്ന പ്ലെയേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അത് പറയാം. ഇത് നമ്മുടെ ലോണിൽ പോയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെയും നമുക്ക് വരാൻ ഇതുള്ള പ്ലേയേഴ്സിൻ്റെ എന്നുള്ള നിലയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സംസാരിച്ചത്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സനിയ.